അബ്ദുല്ലാഹിബ്നു മുഗഫലിൽ നിന്ന് റിവായത്തുള്ളത്. അത് ഇബ്നു ഹിബ്ബാൻ ആണ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ മവാരിദിലാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു സമിഅ ഇബ്നൻ ലഹു, നേരത്തെ പറഞ്ഞത് സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മകന്റെ കാര്യത്തിൽ തത്തുല്യമായി ഏതാണ്ട് അതുപോലത്തെ സംഭവം തന്നെ അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു സമിഅ ഇബ്നൻ ലഹു യഖൂലു ഫി ദുആഇ, അദ്ദേഹത്തിന്റെ മകൻ ദുആ ചെയ്യുന്നതായി കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖസ്റ അൽ അബ്യദ അൻ യമീനിൽ ജന്നഹ ഇദാ ദഖൽതുഹാ. ഈ വാക്കുകൾ നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹിന്റെ ജവാമി ആയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അതിന് വല്ലാത്ത സൗന്ദര്യം കൂടി ഉണ്ട്, കാമിലായിരിക്കും. അത് അല്ലാത്ത വാക്കുകളിൽ നമ്മൾ ഉണ്ടാക്കി ചോദിക്കാൻ തുടങ്ങിയ അതിങ്ങനെ മുഴച്ചു പിടിപ്പിച്ച മാതിരി ഉണ്ടാവും. ഇത് ആദ്യ തലമുറക്കാരായ ഉല്ലസായ അറബികളാണ്. അവർ ചോദിച്ചിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലുള്ള വാക്കിലേക്ക് തന്നെ എത്താൻ കഴിയുന്നില്ല. എന്താ ചോദിച്ചത്? അല്ലാഹുമ്മ അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഖസ്റൽ അബ്യദ അൻ യമീനിൽ ജന്ന ഇദാ ദഖൽതുഹാ, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലതുഭാഗത്ത് എനിക്കൊരു വെളുത്ത കൊട്ടാരമുണ്ടാക്കി തരണേ. ഇങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല. സ്വർഗ്ഗത്തിൽ എന്ന് പറഞ്ഞാൽ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സ് കൊതിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടാനുണ്ട്. അതുകൊണ്ട് സ്വർഗം ചോദിക്കുക, അതിനുള്ള ഹൈറാത്തുകൾ ഒറ്റ വാക്കിൽ ചോദിക്കുക എന്നല്ലാതെ വീട്ടിപ്പരത്തി പറയുന്ന ഒരു കാര്യമല്ലത്. ഖാല ഐ ബുനൈ, അപ്പോ അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു മകനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു, മകനെ സലില്ലാഹൽ ജന്ന വതഅവ്വദ് ബിഹി മിനൻ നാർ, നീ അല്ലാഹുവോട് സ്വർഗം ചോദിക്ക്, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്ക്. ഫഇന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, സയകൂനു ഫി ഹാദിഹിൽ ഉമ്മ ഖൗമുൻ യഅ്തദൂന ഫി ദുആഇ വത്തുഹൂർ, ഈ ഉമ്മത്തിൽ ചില ആളുകൾ വരാറുണ്ട് ദുആയുടെ കാര്യത്തിലും തുഹൂർ ശുദ്ധിയാക്കുന്ന കാര്യത്തിൽ, വുളു അതുപോലെ നജാസത്തിൽ നിന്നുള്ള ശുദ്ധിയാക്കൽ, ഇതുപോലുള്ള കാര്യത്തിൽ പറഞ്ഞതിൽ നിന്ന് അപ്പുറത്തേക്ക് അതിര് കടന്ന് പോകുന്ന കുറെ ആളുകൾ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടാതെ സൂക്ഷിക്കണം നീ. ദുആയിലുള്ള ഇഅ്തിദാ എന്നുള്ളത് മാത്രം ഉലമാക്കളിൽ ചിലർ ചില ജുസ്ആയിട്ട് ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ദുആകളിലുള്ള ഈണത്തിലും താളത്തിലും ദുആ ചെയ്യാന്നുള്ളത് ഈ ഇഅ്തിദായിലാണ് വരിക. റസൂലുള്ള പഠിപ്പിച്ച വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിൽ നിന്ന് മാറുക, ആ വസ്ഫിൽ നിന്ന് മാറുക. സുന്നത്ത് സുന്നത്തായി ചെയ്യണമെങ്കിൽ അത് റസൂലുള്ള ചെയ്ത അതേപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് സുന്നത്താവില്ല, സുന്നത്തിൽ നിന്ന് പുറത്തു പോകും. സുന്നത്താകണമെങ്കിൽ 6ഓളം കാര്യങ്ങൾ അതിൽ കൃത്യമായി യോജിക്കണമെന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അത് കാണിച്ചു തന്നത് അതിന്റെ വസ്ഫ്, അതിന്റെ രൂപം മാറ്റാൻ പാടില്ല. വസ്ഫിൽ അതൊക്കണം. റസൂലുള്ള ഒരു രൂപത്തിൽ കാണിച്ചു തന്നാൽ ആ രൂപത്തിൽ തന്നെ ചെയ്യണം. അതിന് നമ്മുടെ വകയായിട്ട് ഒരീണം, ഒരു നീട്ടൽ, ഒരു കുറുക്കൽ അതുപോലും പാടില്ല. റസൂലുള്ള നീട്ടിയെടുത്ത് നീട്ടുക, റസൂലുള്ള കുറുക്കിയെടുത്ത് കുറുക്കുക, അതിനപ്പുറത്തേക്ക് നമ്മുടെ വകയായിട്ട് നീട്ടലും കുറുക്കലും പാടില്ല. ഇത് ദുആയിൽ മാത്രമല്ല, ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ പോലും ഇത് വന്നു. ഇതെവിടുന്നാ വന്നത്? ഈ പറഞ്ഞ കൗമ്, അതിന്റെ ആദ്യത്തെ ആളുകൾ ഖവാരിജികളാണ്. അതുപോലെ തന്നെ നസ്രാനികളിൽ നിന്ന് ദീൻ സ്വീകരിച്ച ആളുകളാണ്, ഖദരികളാണ്. അവരൊക്കെയാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ. ക്രിസ്ത്യാനികളുടെ ദീന് വെറും സംഗീതമാണ്. ഈ ക്രിസ്ത്യാനികളുടെ ദീൻ അതുപോലെ തന്നെ പകർത്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതാണ്. ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, കുന്നത്തിന് കുന്നത്തായി, നഅലിന് നഅലായി പിന്തുടരുമെന്നുള്ള കാര്യം. ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ ദീന് മുഴുവൻ പാട്ടാണ്. മുസ്ലിമീങ്ങൾ അതേപോലെ ദീനാക്കാൻ തുടങ്ങി. എല്ലാം പാട്ടിലാക്കി. എല്ലാം പാട്ട്, ബാങ്ക് പാട്ട്, ഇഖാമത്ത് പാട്ട്, നിസ്കാരം പാട്ട്, നിസ്കാരം കഴിഞ്ഞാൽ ദുആ പാട്ട്, എല്ലാം ഈണത്തിൽ. ജുമാ ഖുതുബ പാട്ട്, ജുമാ ഖുതുബ കഴിഞ്ഞാലുള്ളത് പാട്ട്, മൊത്തം വാള് പാട്ട്, എല്ലാം പാട്ടാക്കി.
ഈണോ താളോ ആക്കി മാറ്റി. അത് ക്രിസ്ത്യാനികളുടെ ദീനാണ്, നമ്മുടെ ദീനല്ല. ദിക്റും ദുആയൊക്കെ മൊല്ലാക്ക ഒറ്റക്കിരുന്നിട്ട് ദുആ ചെയ്യണമെങ്കിൽ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. പള്ളിയിലിരുന്നിട്ട് ഇമാമായിട്ട് തിരിഞ്ഞിരുന്നാലോ സുബ്ഹാനല്ലാഹ്, അപ്പൊ കോലം മാറി. അത് ആളെ കാണിക്കാൻ വേണ്ടി വേറെ കോലത്തിലാക്കലാണ്. സാധാരണ ഒരാൾ ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണത്. അത് നാലാള് കാണേ കേൾക്കേ കൂടി സ്റ്റേജുമ്പോൾ നിന്ന് ചൊല്ലുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടലേ. ഇത് സൂഫികളാണ്. പിന്നെ ക്രിസ്ത്യാനികളിൽ നിന്ന് ദീനെടുത്തതാണ് സൂഫികൾ. സൂഫികൾക്ക് ദീൻ അറിഞ്ഞ മൊത്തം പാട്ടാണ്. ഹാ അല്ലാഹു അല്ലാ അല്ലാഹു ഒക്കെ പാട്ടാണല്ലോ. ആ പാട്ടിൽ നിന്ന് സൂഫികള്, ആ സൂഫികളെ ദീനാണ് ഇവിടുത്തെ അഹ്ലുസുന്നത്ത് പേരിട്ട കുറെ ആളുകൾ ഖുറാഫികൾ അത് ഏറ്റുപിടിച്ചു. ഖുറാഫികളോട് പൊരുതി നിന്ന് യുദ്ധം ചെയ്ത് തർക്കിച്ച് അത് അതേമാതിരി തന്നെ സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ കയറ്റി. അതാ പിന്നുണ്ടായത്. എല്ലാം അങ്ങനെ തന്നെ. നിസ്കാരത്തില് ആദ്യത്തെ അല്ലാഹു അക്ബർ ആയിരിക്കും. പിന്നെ പോണത് മുഴുവൻ റുക്കു ആണോ സുജൂദാണോ എന്നുള്ളത് അത് പുറത്തുനിന്നാൽ തന്നെ തിരിച്ചറിയണ കോലത്തിലാണ്. സുജൂദാണെങ്കിൽ കുറച്ച് നീട്ടം കൂടുതൽ, രണ്ടാമത്തെ റക്അത്ത് എണീറ്റ് വരെയാണെങ്കിൽ വേറൊരു നീട്ടല്, സമി അല്ലാഹു ലിമൻ ഹമിദൊക്കെ നീട്ടിയിട്ട് അതിന്റെ വാക്ക് പോലും പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ടാവും. അതിന് വാക്ക് തെറ്റിച്ചിട്ടായിരിക്കും. കാരണം അതെന്താന്ന് കൂടി ഓർക്കാതെയാണ് സമി അല്ലാഹു ലിമൻ ഹമിദൊക്കെ പറയുന്നത്. അതൊക്കെ നീട്ടിയിട്ട് ഇതൊക്കെ ദിക്റാണ്. ദിക്ർ ചൊല്ലുന്നതിന് അതിന്റെ അദബ് പാലിക്കണം. ദുആ ചെയ്യുന്നതിന് അതിന്റെ അദബ് പാലിക്കണം. ഇഅ്തിദാ പാടില്ല. സഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്നത് വലിയ ശിക്ഷയാണ്. ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് വലിയ കാര്യത്തിൽ ഇബ്നു മസ്ഊദിനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുക്കൽ വന്നിട്ട് ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ അല്ലാഹുവിന് വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുട്ടോ. തിരിച്ച് അദ്ദേഹം ഇത് കേട്ടപ്പോ സാധാരണ രീതിയിൽ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാളോട് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ അർത്ഥത്തിൽ ആരോട് പറഞ്ഞത്. പക്ഷെ തിരിച്ച് അഹബ്ബക്കല്ലാഹു അല്ലദീ അഹ്ബബ്തനീ ഫീ എന്താ സാധാരണ അവർ ദുആ ചെയ്യാറുള്ളത്. ഏതൊരു അല്ലാഹുക്ക് വേണ്ടിയാണോ നീ എന്നെ സ്നേഹിച്ചത് അവൻ നിന്നെ സ്നേഹിക്കട്ടെ എന്നാണ് അവർ തിരിച്ചു പറയാറുള്ളത്. ഇവിടെ തിരിച്ച് പ്രതീക്ഷിച്ചതല്ല കിട്ടിയത്. ഇന്നി ഉബ്ഗിദുക ഫില്ലാ, ഞാൻ നിന്നെ അല്ലാഹുക്ക് വേണ്ടി വെറുക്കുന്നു. നസീഹത്തിന്റെ ബാബിലാണ്. ഞാൻ നിന്നെ അല്ലാഹുക്ക് വേണ്ടി വെറുക്കുന്നു. അദ്ദേഹം ഞെട്ടിപ്പോയി. ഉടനെ എന്നിട്ട് അതിന്റെ കാരണവും പറഞ്ഞു കൊടുത്തു. ലിഅന്നക തുൽഹിനു ഫിൽ അദാൻ വതഅഖുദു അലൽ അദാനി അജ്റാ. നീ ബാങ്ക് വിളിക്കുമ്പോ ലഹന് ഈണം കാണിക്കാറുണ്ട്. ഈണത്തിലാണ് നീ ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് ദിക്റാണ്. ആ ദിക്ർ അത് ചൊല്ലിക്കൊണ്ട് ആളുകളെ വിളിക്കുക എന്നുള്ളതിന് പകരം, അത് ശബ്ദമുയർത്തിക്കൊണ്ട് ദിക്ർ ചെയ്യുക എന്നുള്ളതിന് പകരം അവിടെ നീട്ടി ഈണത്തിലാക്കിക്കൊണ്ട് ബാങ്ക് വിളിക്കുന്നു നീ. അതുപോലെ ബാങ്ക് വിളിക്കുന്നതിന് നീ പ്രതിഫലവും വാങ്ങുന്നുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് ദുനിയാവിൽ വെച്ച് പ്രതിഫലം വാങ്ങാനുള്ളതല്ല, പരലോകത്ത് നിന്ന് അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതാണ്. ഇത് രണ്ടും നീ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുക്കുന്നു എന്ന് മുഖത്തോക്കി പറഞ്ഞു. ഇത് അള്ളാന്റെ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈണത്തിൽ പാരായണം ചെയ്യാനും ഈണത്തിൽ നമുക്ക് ചൊല്ലാനും വേണ്ടി പഠിപ്പിച്ചു തന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് സഹാബത്ത് റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ പറയാറുണ്ടായിരുന്നു. ഏത്? ഖുർആൻ മാത്രം. ഖുർആൻ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈണത്തിൽ പാരായണം ചെയ്യാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്, വേറൊന്നുമില്ല. നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെങ്കിലും സാധാരണ ഉള്ളതിനപ്പുറത്തേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ദുആയിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരല്പം ശബ്ദമുയർത്തുകയോ നീട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹദീസിൽ റിവായത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് മൂന്നാമത്തത് മാത്രം നീട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തത് മാത്രം നീട്ടിയിരുന്നു എന്ന് പ്രത്യേകം റിവായത്ത് വന്നതുകൊണ്ടാണ്. ഇത് ചെയ്യുന്ന ആളുകൾ അവരൊന്ന് സ്വയം ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിൽ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അവിടെ മാത്രം ഒരു അല്ലാഹു അക്ബർ, പിന്നെ റുകൂക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ ഉണ്ട്, സുജൂദുക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. ആ നീട്ടാനുള്ള മദ് എവിടുന്ന് കിട്ടി?
ഏത് ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറത്തുൽ ഇഹ്റാമിന്റേത് പ്രത്യേകം കുറച്ച് നീട്ടിയിരുന്നു, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ പ്രത്യേകം നീട്ടിയിരുന്നു, അല്ലെങ്കിൽ ഇമാമ് നിൽക്കുമ്പോൾ മാത്രം നീട്ടിയിരുന്നു, ഒറ്റക്കിരിക്കുമ്പോൾ നീട്ടിയിരുന്നില്ല? എവിടുന്ന കിട്ടിയത്? അങ്ങനെ റിവായത്തില്ല. അതൊക്കെ റസൂലുള്ള ദിക്റായിട്ട് മാത്രമാണ് ചൊല്ലിയിരുന്നത്. അതിന്റെ പൊതുവിലുള്ള അദബ് നീട്ടലും കുറുക്കലൊന്നുമില്ല. അത് അതിന്റെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞു പോകാതെ മാത്രമാണ് ദിക്ർ ചൊല്ലുക. ആ ചൊല്ലലാണ് ദിക്ർ, അല്ലാണ്ട് പാടലല്ല ദിക്ർ. അതുപോലെ തന്നെ ദുആ എന്ന് പറയുന്നത് തന്നെ അത് ജുമാ ഖുത്ബന്റെ ശേഷമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലിന്റെ ശേഷമോ ഒക്കെ ചൊല്ലുകയാണെങ്കിൽ ദുആ പിന്നെ ദുആമെന്ന് വിട്ടു, അത് പാട്ടായി. ഈ പാട്ട് പാടൽ ഇഅ്തിദാ ബിദ്ദുആ എന്ന കൂട്ടത്തിൽ തന്നെയാണ് പെടുക. അത് മലയാളത്തിലായാലും അല്ലെങ്കിൽ വേറുള്ള ഭാഷയിലായാലും ഒക്കെ ചൊല്ലിയിട്ട് പിന്നെ ഒരു നീട്ടി ഈണത്തിലാക്കിയെങ്കിൽ ആൾക്കാരെ ആമീന് ശക്തിയും ബലവും കൂടുള്ളൂ എന്നാ അല്ലേ? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നാണ് പറഞ്ഞ ആമീന്റെ ഒച്ചയാണ് കൂടും കുറച്ചും കൂടി. അത് ദുആ ആയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ദുആ ആയിട്ടാണ് ചെയ്യുക. അതുപോലെ അതിൽ തന്നെ പെട്ടതാണ് പെരുന്നാൾ നിസ്കാരത്തിന് ആ സമയത്തുള്ള തക്ബീറിന്റെ കോലം. ഇതൊക്കെ പാട്ട്. ഇതെവിടുന്ന് കിട്ടി? സൂഫിയാക്കളുടെ അടുക്കൽ നിന്ന് അവർക്ക് കിട്ടിയത് നസ്രാനികളെ വീഴുന്ന. ഇത് റസൂലുള്ള ദുആക്ക് പഠിപ്പിച്ച അദബിൽപ്പെട്ടതല്ല. ദുആ എന്നുള്ളത് വളരെ വിനയത്തിൽ തമർറുഓടും ഖുഫിയത്തോടു കൂടിയും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്ന ഇരക്കല. ദുആ ഇരക്കാന്ന് പറയാം. ഇരക്കണ കോലപ്പത് ഒരാളോട് നമ്മൾ പോയിട്ട് വേറെന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടിട്ടൊന്ന് ഇരന്ന് പറഞ്ഞു നോക്കി, അതിങ്ങനെ പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഒരാൾ പോയിട്ട് ഒരാളോട് എന്തെങ്കിലും സംഗതി ചോദിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ ചോദിക്കുമ്പോ എനിക്ക് നീ 10 രൂപ തരും അങ്ങനെ ചോദിക്കുമോ? അത് ആള് നിരക്കുക എന്ന് പറയില്ല. അത് വളരെ വിനയത്തിലും ഇതിലും ചോദിക്കേണ്ടതിനെ പറയുള്ളൂ. അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോ ഈ ഒരു അദബില്ല, അതിലാണ് ഇത് പെടുക. ഇത് ബുദ്ധി നിറഞ്ഞ ഇല്ലാതെ ഈ ആളുകൾക്ക്. എന്തിനാണിത്? ആളുകളെ വികാരം കൊള്ളിക്കുക, വേറെ ഒന്നുമില്ല. അവനവന്റെ കയ്യിൽ ദീന് എന്ന് പറയുന്ന കോപ്പില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറെ വികാരം കൊള്ളിച്ചിട്ട് വേണം ജനങ്ങളെ പിടിച്ചിരുത്താൻ. ആയത്ത് ഹദീസ് ഒന്നും പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ പിന്നെ ഉമ്മാമക്കഥയും ഇതുപോലത്തെ കുറെ ഈണവും പാട്ടും മാത്രം. അതിലാണെന്ന് മൊത്തം ജനങ്ങൾ, സുന്നത്തുള്ളവരെന്ന് പറയുന്നവരും ഇല്ലാത്തവരെന്ന് പറയുന്നവരും എല്ലാവരുടെ കഥ ഇതന്നെ. ഇതിന്റെ ഒരാവശ്യമില്ല. ദിക്റുകൾ ദുആകൾ എന്നുള്ളത് എവിടെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ശബ്ദം മാത്രം ഉയർത്തിട്ടുള്ളവർ. എവിടെങ്കിലും നീട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നീട്ടി. അത് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അല്ലാത്തത് ഈണത്തിൽ പാരായണം ചെയ്യാവുന്നത് ഖുർആൻ മാത്രമേ ഉള്ളൂ. വേറൊന്ന് ഈണത്തിൽ ഒരു ദുആ, ഈണത്തിൽ ഒരു ദിക്ർ അങ്ങനെയല്ല. ഈണത്തിൽ ദിക്റും ദുആയും ചെയ്യുന്ന ഏർപ്പാടില്ല. അതെവിടുന്നാ വന്നതെന്ന് വെച്ചാൽ, പണ്ട് ഖുറാഫിയായി കുറെ കാട്ടത്തോടു കൂടി നിന്നിരുന്ന ആളുകൾ കാട്ടത്തോടു കൂടി പിന്നെ ഇങ്ങോട്ട് പോരും. ആ കൊണ്ടുവന്ന കാട്ടം പിന്നെ അതേമാതിരി പ്രസംഗിച്ചും പഠിപ്പിച്ചും ഇങ്ങോട്ടും വിളമ്പാന്ന് പറഞ്ഞു. അങ്ങനെ അതിങ്ങനെ നിലനിന്ന് പാട്ടായി. അത് ദുആയിലും ഖുത്ബയിലും എല്ലാത്തിലും പിന്നെ ആ രീതിയായി മാറി. മുമ്പൊക്കെ സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തഅലീമിന്റെ രീതിയാണ്, പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ്. അവർ ദുആ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദുആന്റെ അദബിലാണ്. അവർ നീട്ടിവലിച്ച് ദുആ ചെയ്യുന്ന രീതിയല്ലല്ലോ. ഇവിടെയുള്ള കുറച്ചുകൂടി പ്രായം ചെന്ന ആളുകൾക്ക് ഉമർ മൗലവി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നതെന്ന് നല്ല അറിയാൻ പറ്റും. നമ്മുടെ കൊച്ചിയിൽ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ വർത്താനം പറഞ്ഞാൽ അത് വളരെ കൃത്യമായി വാക്കുകൾ, അത് ഒരു ഈണവും താളവും ഇല്ലാതെ, മലയാളമാണെങ്കിൽ മലയാളം, അറബിയിലാണെങ്കിൽ അറബിയിൽ ഹദീസ് പറയുന്നത് അങ്ങനെ തന്നെ. അത് നീട്ടിക്കുറുക്കലൊന്നുമില്ല. ഖുർആനല്ലാത്ത വേറൊന്നും ഈണത്തിൽ പാരായണം ചെയ്യുന്നത് ഇവിടെ ഉള്ളവർ കേട്ടിട്ടുണ്ടാവില്ല. ദുആ ചെയ്യുന്നതോ മറ്റോ അതും കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കാട്ടത്തോട് പോകുന്ന ആളുകളാണ് അതേമാതിരി ഇങ്ങോട്ടും ഖുറാഫികൾ ചെയ്യുന്ന അതേമാതിരി ഇപ്പുറത്തും ചെയ്യാൻ തുടങ്ങി. ഇത് ഇഅ്തിദാഇലാണ് പെടുക. ദുആ ചെയ്യുന്നതിന് അതിന്റെ അദബുണ്ട്. അതിന്റെ വാക്കുകൾ എന്തായിരിക്കണം? ജവാമിഉകളായിരിക്കണം. നമ്മുടെ വകയായിട്ട് എണ്ണിപ്പറക്കാൻ നിൽക്കരുത്. നമ്മളെ ആളുകൾ പലപ്പോഴും ചോദിക്കുക, നിസ്കാരത്തിൽ സുജൂദിന് ദുആ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുമെന്ന്. കൂട്ടരെ, അറബിയിൽ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ വലതുഭാഗത്ത് ഒരു കൊട്ടാരം തരണേന്ന് ചോദിച്ചതിനാണ് സഹാബത്തി പറഞ്ഞത്. അത്ര പോലും റസൂലുള്ള പറഞ്ഞ വാക്കിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഈ ജവാമി എന്നുള്ളതൊന്ന് പുറത്തു പോകും. ഒരാൾ ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഇന്നലെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു. ഇന്ന് അയാൾ ദുആ ചെയ്യാൻ മലയാള ഭാഷയിൽ ദുആ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ദുആ ചെയ്തോളി നമ്മൾ പറയും. 10 കൊല്ലം കഴിഞ്ഞാലും അത് തന്നെ ഇരിക്കരുത്. നാളെ അയാൾ ഒരു ദുആ പഠിക്കണം.
അയാൾക്ക് ആ സമയത്ത് എന്തിനും ആകാം, അയാളെ കൊണ്ട് കഴിയുന്ന മാതിരി. പക്ഷെ ആ കഴിവ് കേടിൽ തന്നെ എന്നും നിലനിൽക്കരുത്. ദുനിയാവിൽ വേറെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കൂല, അയിമന്നപ്പുറത്തേക്കൊക്കെ എത്തും. കമ്പ്യൂട്ടർ സാക്ഷരത എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കുത്തിരുത്തിയ കമ്പ്യൂട്ടർ പോലും നമ്മൾ പഠിക്കും ഏത് പ്രായത്തിലും. പക്ഷെ ഒരു ദുആ പഠിക്കുക, ജാമിയായ ഒരു ദുആ പഠിക്കുക, എന്നിട്ട് അള്ളാഹിനോട് അത് ചോദിക്കുക, അത് അറബി തന്നെ ആകുക എന്നുള്ളത്, റസൂലുള്ള പഠിപ്പിച്ച് തന്നെ ആകുക, അറബിയിലാകുക എന്നുള്ളതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത് തന്നത് തന്നെ ആകുക. അത്ര ഖൈറ് വേറല്ല. അതിനാണ് നമ്മൾ നിൽക്കേണ്ടത്. ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യം വന്നു, ആ ആവശ്യം അള്ളാഹിനോട് പറയണം. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയ റബ്ബിന്റെ ചെരുപ്പ് നന്നാക്കി തരണേ, അതിനുള്ള തൗഫീക്ക് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കണം. അതുവരെ ചോദിക്കണം. അവിടെ ഏതാ റസൂലുള്ളാഹിന്റെ വാക്ക് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ, നമ്മൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് വരികയാണെങ്കിൽ എന്ത് ചോദിക്കാം. അള്ളാഹു റഹീമാണ്. അതേസമയത്ത് സ്ഥിരം നമ്മുടെ രീതി അത് ഈ മലയാളത്തിൽ നിന്ന് പുറത്തു പോകാത്ത, ഇതെന്തോ അറബി ഭാഷ എന്നുള്ളത് നമുക്ക് ചെയ്തൊരു അലാപമായി തോന്നരുത്. ഇത്ര സുന്ദരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജവാമിഉകൾ പഠിപ്പിച്ചു തന്ന അതുപോലെ ദുആ ചെയ്യാൻ ഒരറബിക്ക് പോലും സാധിക്കൂല. അത് തന്നെയും ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പോലും സാധിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ദുആയുടെ കാര്യത്തിൽ ഇഅ്തിദാ എന്നത് നമ്മൾ